ആവണി അവിട്ടത്തിന്റെ വിശുദ്ധിയുള്ള പ്രാർത്ഥനാപൂർണമായ ഈ ദിവസം ഇന്ന് ഹയഗ്രീവ ജയന്തി എന്ന വിശേഷം കൂടി ഒത്തുചേരുമ്പോൾ മഹാവിഷ്ണുവിന്റെ ചൈതന്യത്തെ ജ്ഞാനഭാവത്തിൽ മനസ്സിലാക്കുകയാണ് ഏവരും. കർക്കിടകമാസം അതിന്റെ പുണ്യത്തിൽ നിൽക്കുമ്പോൾ രാമചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമി ദർശനം ഈ ദിവസത്തെ കൂടുതൽ പുണ്യം നിറഞ്ഞതാക്കും. അതിനായി ഇന്ന് നാം യാത്ര ചെയ്യുന്നത് പിറവത്തിലേക്കാണ്. എറണാകുളം ജില്ലയുടെ ഭാഗമായ പിറവത്ത് നാലമ്പലമുണ്ട്. നാലമ്പലത്തിൽ ആദ്യത്തെ ക്ഷേത്രം രാമമംഗലം എന്ന പ്രദേശത്തിനടുത്തുള്ള മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. മനോഹരമായ ക്ഷേത്രസങ്കല്പത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് ഇത്. മാമലശ്ശേരി എന്ന നാമത്തിൽ തന്നെ രാമായണ കഥാസ്പർശമുണ്ട്. രാവണന്റെ മാതുലനായ മാരീചൻ മാനിന്റെ വേഷം പൂണ്ടുവന്ന് സീതാദേവിയെ ആകർഷിക്കുകയും സീതാദേവിക്ക് ആ മാനിനെ ഒന്ന് സ്പർശിക്കണമെന്ന ആഗ്രഹം തോന്നുകയും അതിനായി ശ്രീരാമനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. മാനിനെ പിടിക്കുവാനായി പോകുന്ന ശ്രീരാമന് അത് സാധാരണ മാനല്ല എന്നും മായാവി തന്നെയാണ് എന്നും മനസ്സിലാക്കുന്നു. രാമബാണമേറ്റ് ഒടുവിൽ മാരീചന് മോക്ഷപ്രാപ്തിയുണ്ടാകുന്നു. രാമബാണത്താൽ മരിക്കുന്നതാണ് ഉചിതം എന്ന നിശ്ചയത്തോടുകൂടി തന്നെയാണ് മാരീചൻ കനകമൃഗത്തിന്റെ വേഷം പൂണ്ട് സീതയ്ക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ രാമന്റെ ബാണമേറ്റുവാങ്ങി മോക്ഷപ്രാപ്തി അടയുകയാണ് യഥാർത്ഥത്തിൽ മാരീചൻ സംഭവിച്ചത്. രാമന്റെ ബാണം ഏറ്റ മാൻ മലച്ചത് ഈ പ്രദേശത്താണ് എന്ന ഉദ്ദേശത്തിൽ മാൻ മലച്ച ശേരി എന്ന് ഈ പ്രദേശം അറിയാൻ തുടങ്ങി. മാൻ മലച്ചത്, മാൻ മലർന്നു വീണത്, മാൻ മരിച്ചത് എന്നിങ്ങനെ പല അർത്ഥങ്ങൾ പറയാറുണ്ട്. എങ്കിലും മാമലശ്ശേരിയിൽ പ്രധാനമായുമുള്ള സങ്കല്പം ഇവിടെ വെച്ച് ശ്രീരാമൻ മാരീചനെ നിഗ്രഹിച്ചു എന്നത് തന്നെയാണ്. പഴക്കം ചെന്ന് പഴമയുടെ എല്ലാ ഗരിമയോടും കൂടി തലയുയർത്തി നിൽക്കുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് ഇത്. ബലിക്കൽപുരയിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കുവാനാകും. ദീപലക്ഷ്മിമാർ ശിരസിലേന്തി നിൽക്കുന്ന ദീപത്തോടുകൂടി നിരവധി തൂണുകൾ ഇവിടെ കാണാം. അത്തരം തൂണുകളാണ് ബലിക്കൽപുരയെ താങ്ങി നിർത്തുന്നത്. ബലിക്കൽപുരയിൽ ആകെ കൃഷ്ണകഥകളാണ്. രാമായണ സ്വാധീനവും ഇവിടെയുണ്ട് എന്ന് കാണാം. പത്മത്തിൽ നിൽക്കുന്ന ദേവീരൂപം മനോഹരമായ ഭാവം നൽകുമ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ രാമായണ പാരായണം ശ്രുതിമധുരമായ ഭാവത്തിൽ നമ്മെ സ്വാഗതം ചെയ്യുന്നു. പാരായണപുരയുടെ പഴക്കവും തടിയിൽ തീർത്ത തൂണുകളുടെ സൗന്ദര്യവും ഒക്കെ ഈ ക്ഷേത്രഭൂമിയുടെ കാഴ്ചയ്ക്ക് മനോഹരമായൊരു ഭാവം നൽകുന്നുണ്ട്. ഇവിടെ നാലമ്പലത്തിൽ ചതുർബാഹുവായ മഹാവിഷ്ണു വെള്ളിമുഖം ചാർത്തി നിൽക്കുന്നു. സീതാ അപഹരണത്തിനു ശേഷം സീതയെ നഷ്ടപ്പെട്ട ശ്രീരാമൻ ഇവിടെ ആ ദുഃഖഭാവത്തിലാണ് കിഴക്കോട്ട് ദർശനമായി നിലകൊള്ളുന്നത് എന്ന് വിശ്വാസം. ഒരു വശത്തായി ഒരേ ശ്രീകോവിലിൽ ശാസ്താവും ഗണപതിയും ശിവനും സാന്നിധ്യമാകുന്നുണ്ട്.
ഇവിടുത്തെ മറ്റൊരു വലിയ സവിശേഷത ഓവുതാങ്ങിയിലെ ആഞ്ജനേയ സാന്നിധ്യമാണ്. ഇവിടെ സാധാരണ പഴമയുള്ള ക്ഷേത്രങ്ങളിലെ തീർത്ഥവാരി താങ്ങി നിർത്തുന്ന വേതാള രൂപമുണ്ടല്ലോ, ഇവിടെ അതിന് സമാന നിവേദ്യം ഇവിടെ വളരെ പ്രധാനമാണ്. പ്രധാനപ്പെട്ട ആഞ്ജനേയ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന എല്ലാ വഴിപാടുകളും പൂജകളും ഇവിടെ നടത്താറുണ്ട്. മാമലശ്ശേരിയിലെ ക്ഷേത്രം വളരെ പഴക്കം ചെന്നതാണ് എന്നതിന്റെ സൂചനയായി ഉയർന്നു നിൽക്കുന്ന ഒരു ഇരുനില മാളിക കാണാനാകും. പണ്ടുകാലത്ത് 3000 പറ നെല്ല് വരെ അളന്നു കൂട്ടുവാനാകുന്ന പാടശേഖരങ്ങൾ ക്ഷേത്രത്തിന് സ്വന്തമായുണ്ടായിരുന്നു. ആ അളന്നു കൂട്ടുന്ന നെല്ല് മുഴുവനും സൂക്ഷിച്ചിരുന്നത് ഈ മാളികയ്ക്കുള്ളിലെ പത്തായപ്പുരയിലാണ്. കൂടാതെ ഭഗവാന്റെ തിരുമുഖം സൂക്ഷിച്ചിരുന്നതും പണ്ട് ഇവിടെയായിരുന്നു. അതുകൊണ്ട് ഇന്നും ഇവിടെ ദീപം തെളിയിച്ചുവെച്ച് ആരാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. മാമലശ്ശേരി ക്ഷേത്രത്തിന് തൊട്ടരികിലൂടെയാണ് മൂവാറ്റുപുഴയാറ് ഒഴുകുന്നത്. മൂവാറ്റുപുഴയാറിൽ മീനൂട്ട് നടത്തുന്നതും പിതൃക്കൾക്കു വേണ്ടുന്ന പ്രാർത്ഥനകൾ നടത്തുന്നതും ഉചിതമെന്ന് വിശ്വാസം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ കൃഷ്ണ